ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷമാണ് കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത്. അതായത് ഏകദേശം 3 മാസത്തോളമായി സൗദി അറേബ്യയിൽ നമ്മൾ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ അന്ന് തൊട്ട് പിന്നെ ഇങ്ങോട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നുമല്ല, ആദ്യത്തെ 1 മാസം ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. പിന്നെ രണ്ടാമത്തെ മാസം നമുക്കൊരു ആട്ടോറിക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, കയറ്റിയിട്ടേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പണികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ പോയി. പിന്നെ വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ കൂടെയുള്ളൊരു ടച്ച് സത്യം വിട്ടു. പിന്നെ കണ്ടന്റ് ഇല്ല. എന്ത് ചെയ്താൽ എന്ത് ചെയ്യണം എന്ത് പറയണം ഒന്നും അറിയാൻ വയ്യ കേട്ടോ. ആകെ ഒരു ഇരുട്ടായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സൗദിയിൽ നിൽക്കുമ്പോഴത്തേക്കും കണ്ടന്റ് എവിടെ തിരിഞ്ഞാലും കണ്ടന്റ് ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടുപോയായിരുന്നു. പക്ഷെ ഇവിടെ അത് നടക്കൂല. അതുകൊണ്ട് നല്ല ഒരു ഗ്യാപ്പ് ഇട്ടു. പിന്നെ എന്തോ വരട്ടെന്ന് വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് വിശേഷം, എന്താണ് പരിപാടി, നാട്ടിലുണ്ടോ, സൗദിയിലാണോ, തിരിച്ചു പോയോ? അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു മറുപടി നൽകണ്ടേ. അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്താൽ നമുക്ക് മറുപടി കൊടുത്തില്ലെങ്കിലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചൊരു മറുപടി വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഓട്ടോ റിക്ഷ ഓട്ടിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറാണ്. വീട്ടിനടുത്ത് തന്നെയാണ്. കുഴപ്പമില്ല, ഓട്ടോ ഒക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ. വലിയ സെറ്റായില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം വീട്ടിൽ ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ അത് പോരാ, ഇപ്പോഴത്തെ ചിലവറിയാലോ, നല്ല ചിലവുണ്ട്. പിന്നെ ഇത് കാറ് എൻ്റെ കാറല്ല കേട്ടോ, ഒരു വീട്ടിലെ വണ്ടിയാണ്. അവർ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഡ്രൈവർ ആവശ്യമുള്ളപ്പോൾ വിളിക്കും, വണ്ടി എടുത്തുകൊണ്ട് പോകും. എവിടെയെന്ന് വെച്ചാൽ പോയിട്ട് തിരിച്ചു കൊണ്ടിടും. അത്രയേ ഉള്ളൂ. നമ്മൾ സൗദിയിൽ ചെയ്യുന്ന പോലെ ഹൗസ് ഡ്രൈവർ പോലത്തെ ഒരു പരിപാടി. അപ്പോൾ അത് നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കും, അപ്പോഴും പോകും, തിരിച്ചു കൊണ്ടിടും. അറിയാമല്ലോ, ഡ്രൈവറായിട്ട് പോയി എന്നിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കും 300, 400, 500 ദൂരം അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഓട്ടോ ഇല്ലാത്തപ്പോൾ ഇതും എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴി എപ്പോഴെങ്കിലൊക്കെ വിളിക്കും, അപ്പോഴും മാത്രം. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മച്ചാന്മാർ ഇതിനൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മറുപടി വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി സൗദിയിലോട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും, നല്ല പേപ്പറും എല്ലാം കിട്ടുകയാണെങ്കിൽ മാത്രം. അതായത് ഹൗസ് ഡ്രൈവർ പണിക്ക് തൽക്കാലം ഇല്ല. വേറെ ഏതെങ്കിലും വരുമായിരിക്കാം. നല്ല എന്താ ലൈസൻസ് നമുക്ക് കയ്യിലുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വേറെന്തോ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ഇട്ടാലും ഓട്ടോറിക്ഷ സംബന്ധമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഇനി ഒരു എന്താണ് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു വഴി. വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഡെയിലി അവിടെ ആകുമ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇവിടെ അത് നടക്കത്തില്ല. ആട്ടോ ഓട്ടിക്കും, തിരക്ക്, അത് ഇതെന്ന് വെച്ചിട്ട് മൊത്തത്തിൽ ഒരു ദിവസം പോകുന്ന പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് കണക്കാണ്. നല്ല സ്പീഡിനങ്ങ് കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും. എന്നാലും വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഒരുപാട് പേര് തിരക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നമ്മൾ എത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഇതിനൊക്കെ തിരക്കുന്നപ്പോഴേ നമ്മളത് വിട്ടുകളയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഒരാൾ ഇതെനക്ക് ചോദിച്ചായിരുന്നു, യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടിയോ സൗദിയിൽ നിന്നപ്പോഴത്തേക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കുന്ന വണ്ടി സത്യം, ഇതുവരെ 5 പൈസ നമുക്ക് അതിന് കിട്ടിയിട്ടില്ല. കിട്ടും, നല്ല രീതിക്ക് പ്രയത്നിച്ചാൽ കിട്ടും. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയല്ലോ ഇടയ്ക്കൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരണം. അതിന് പറ്റിയ കണ്ടൻറ്റൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോഴെല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? സൗദിയിൽ തണുപ്പും മഴയും. അടുത്തടുത്ത് സൗദി എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 70% സബ്സ്ക്രൈബ്സും ഇതേണക്ക് സൗദി അറേബ്യ, ദുബായ്, ഒമാൻ അങ്ങനെ കിടക്കുന്ന നമ്മൾ GCCയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. ബാക്കി കുറച്ച് പേര് മാത്രമേ നാട്ടിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നൊന്നും അറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട്. അപ്പോഴേ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.